ശബരിമലയിൽ നട തുറന്ന ആദ്യ മണിക്കൂറുകളിൽ ഭക്തജനത്തിരക്ക്. മീനമാസ പൂജകൾക്കായി ഇന്ന് വൈകിട്ടാണ് നട തുറന്നത്. പടിപൂജ, കളഭാഭിഷേകം തുടങ്ങിയ പൂജകൾ നാളെ മുതൽ നടക്കും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ആദ്യ ദിനം തന്നെ വലിയ തിരക്ക് തന്നെയാണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതെ കെ പി, ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് മീനമാസ പൂജകൾക്കായിട്ട് ശബരിമല ക്ഷേത്ര നട തുറന്നത്. നട തുറന്നിപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വലിയ ഭക്തജന തിരക്കിലേക്ക് സന്നിധാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സന്നിധാനത്തെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ വലിയ തിരക്ക്. അതായത് മീനമാസ പൂജകൾ നാളെയാണ് മീനം 1 തീയതിക്ക് മുൻപ് തന്നെ, തലേ ദിവസം തന്നെ വലിയ ഭക്തജന തിരക്കിലേക്ക് സന്നിധാനം മാറിക്കഴിയുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. നാളെ രാവിലെ മുതൽ മീനമാസ പൂജകൾക്ക് തുടക്കമാകും. നാളെ പടിപൂജയും അതോടൊപ്പം തന്നെ കളഭാഭിഷേകം അടക്കമുള്ള പ്രത്യേക പൂജകളും നാളെ മുതലാണ് ആരംഭിക്കുന്നുണ്ടാവുക. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി പ്രസാദ് ഈഡിയാണ് നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കുകയും ആഴിക്ക് അഗ്നി പകരുകയും ചെയ്തത്. അതിനുശേഷം ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഹരിവരാസനം പാടി നടയടയ്ക്കും. തുടർന്ന് നാളെ രാവിലെ മുതലാണ് മീനമാസ പ്രത്യേക പൂജകളൊക്കെ ആരംഭിക്കുന്നത്. 19 തീയതി വരെയാണ് മീനമാസ പൂജകൾക്കായിട്ട് ശബരിമല ക്ഷേത്ര നട തുറന്നിരിക്കുന്നത്. ഈ മീനമാസത്തിൽ തന്നെയാണ് ശബരിമലയുടെ ഉത്സവം കൂടി കടന്നു വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. 19-ന് മീനമാസ പൂജകൾ പൂർത്തിയാക്കി നട അടച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നീട് 22 തീയതി തിരുവുത്സവത്തിനായിട്ട് ശബരീശന്റെ തിരുനട വീണ്ടും തുറക്കും. 2 ദിവസങ്ങൾക്ക് ശേഷം 22 മുതൽ ഉത്സവം, കൊടിയേറ്റാണ് 22-ന്. അതിനുശേഷം 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവവും ശബരിമലയിൽ ഈ മാസം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. ഏപ്രിൽ മാസം 1 തീയതിയാണ് ഭഗവാന് പമ്പാ നദിയിൽ ആറാട്ട്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചടങ്ങാണ്. ആറാട്ടടക്കമുള്ള ചടങ്ങുകൾ 1 തീയതിയാണ് നടക്കുന്നുണ്ടാവുക. അതിനുശേഷം പമ്പയിൽ നിന്നും ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് ഉണ്ടാകും. തുടർന്ന് സന്നിധാനത്ത് അന്ന് രാത്രി എത്തിച്ചേർന്ന് അല്ലെങ്കിൽ ഉത്സവത്തിന് പരിസമാപ്തിയാവുകയും ചെയ്യും. അന്ന് രാത്രി 1 തീയതി ഏപ്രിൽ 1-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി തിരുവുത്സവ ചടങ്ങുകളെല്ലാം തന്നെ സമാപിക്കുകയും ചെയ്യും. അങ്ങനെ വിപുലമായിട്ടുള്ള ആചാര അനുഷ്ഠാന ചടങ്ങുകളും പൂജകളും ആഘോഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ് ശബരിമലയിൽ എന്തായാലും ഇനി വരാനിരിക്കുന്നത്. വലിയ ഭക്തജനത്തിരക്ക് ഈ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെടും എന്നുള്ളതിൻ്റെ സൂചന തന്നെ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കെ പി, സന്നിധാനത്തിന് ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.